എനിക്ക് നിങ്ങളോട് ഇന്നൊരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നെയ്ബറിനോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസയുടെ പ്രശ്നമൊക്കെ ഉണ്ട്, എൻ്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഈ ഒരു ഫൈനാൻസിൻ്റെ കാര്യത്തിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം എനിക്ക് ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരു ഫ്രണ്ടാണ് ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഓക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് പുള്ളിയായിട്ട് സംസാരിച്ച് നമ്മൾ അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഈ ഒരു സുഹൃത്ത് ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടും എനിക്ക് തോന്നി. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. കാരണം ഇത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലോ. സോ നിങ്ങൾ റെഡി അല്ലേ? അപ്പം നമുക്കങ്ങ് തുടങ്ങിയാലോ. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യും മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും നിങ്ങളുടെ സമ്പത്ത് വളർത്തുന്നതിനുമുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതാണിത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതായത് എല്ലാവർക്കും ഈ ലക്ഷ്യങ്ങൾ ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പം ഒരാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം മൊത്തം ട്രാവൽ ചെയ്യണം എന്നാവും. വേറൊരാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതായിരിക്കും. ഇനിയിപ്പോൾ അടുത്തൊരാൾക്ക് ചിലപ്പം അടുത്ത മുകേഷ് അംബാനിയായിട്ട് മാറണം എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, നിൻ്റെ ഗോൾ എന്താണ് എന്നുള്ളത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിന്നിപ്പം ഈ പ്ലാനിങ് ഒക്കെ തീർക്കണം, പിന്നെ ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കണം, പിന്നെ ഉറങ്ങണം, അത്രയൊക്കെ ഇന്നത്തെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്ത് കാര്യങ്ങളും കോമഡിയൊക്കെ എടുക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അത്ര മൈൻഡ് ആക്കിയില്ല. അപ്പം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് സ്പെൻഡിങ്, സേവിങ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്നതാണ് ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മളെ സഹായിക്കും. അപ്പം നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. പക്ഷേ ഇതൊരു ഫിക്സഡ് റൂൾസ് ഒന്നുമല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റൂൾസിലെ കോൺസെപ്റ്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടുത്തെ റേഷ്യോസ് അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ റേഷ്യോസ് ഒക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. സോ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, ഈ റൂൾസ് ഒക്കെ തെറ്റാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, പക്ഷേ എപ്പോഴും ആക്യുറേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് തരും, ചിലപ്പോൾ തന്നില്ല എന്ന് വരും. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് തരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാനിത് ഫോളോ ചെയ്യണം എന്നുള്ള ചോദ്യം ഇങ്ങോട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കൊരു പ്ലാനും ഇല്ലാതിരിക്കുന്നതിലും ബെറ്റർ എന്തെങ്കിലും ഒരു പ്ലാൻ ഉള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ. സോ നമുക്ക് ആദ്യം ഫൈനാൻഷ്യൽ പ്ലാനിങ് റൂൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റൂളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഇക്വിറ്റി അതുപോലെ ഡെറ്റിലേക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു റൂളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പം ചിലർ ഇതിനെ അസറ്റ് അലോക്കേഷൻ റൂൾ എന്ന് വിളിക്കും, ചിലർ ഇതിനെ 100 മൈനസ് ഏജ് റൂൾ എന്നും പറയും. സോ ഈ റൂൾ അനുസരിച്ച് 100ൽ നിന്ന് നിങ്ങളുടെ കറണ്ട് ഏജ് നിങ്ങൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ളത് ഡെറ്റിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിന് 27 വയസ്സാണ്. സോ 100 മൈനസ് 27 അതായത് 73. സോ അവൻ്റെ 73% ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റിയിലേക്ക് പോകണം, 27% ഡെറ്റിലേക്കും. ഇനിയിപ്പോൾ അവന് 60 വയസ്സാകുമ്പോഴേക്കും 40% ഇക്വിറ്റിയിലേക്കും 60% ഡെറ്റിലേക്കും പോകും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റൂളാണ്. അപ്പം ഇത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ഇതിൽ പുറകിൽ ലോജിക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ലോജിക്ക് ഇതാണ്, നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്കൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് റിസ്ക്കും റിവാർഡും തമ്മിലൊന്ന് ബാലൻസ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിനക്കിപ്പം 27 വയസ്സുള്ളപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇക്വിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് പ്രായമാവും തോറും നമുക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. സോ ആ ഒരു സമയത്ത് ഡെറ്റിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവും ബുദ്ധി. പക്ഷേ ഈ ഒരു റൂളിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഇൻവെസ്റ്ററിൻ്റെ ഇൻഡിവിജ്വൽ റിസ്ക് ആപ്പറ്റേറ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ചിലരിപ്പോൾ ചെറിയ ഏജിലാണെങ്കിലും അധികം റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കേസിൽ ഈ റൂൾ അത്ര നല്ലതായിരിക്കില്ല. സോ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണമെന്നില്ല, പക്ഷെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഈ റൂളിൽ നിന്നിട്ട്. സോ നിങ്ങളുടെ റിസ്ക് കേപ്പബിലിറ്റീസ് നിങ്ങൾ നോക്കിയിട്ട് ഈ റൂൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പല കമ്മിറ്റ്മെൻറ്റ്സിലേക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ പണം ഡിവൈഡ് ചെയ്യുമെന്നാണ്. അപ്പോൾ ചില ആളുകൾ 50-30-20 റേഷ്യോ ഫോളോ ചെയ്യും, ചില ആൾക്കാർ 70-20-10 റേഷ്യോ ഫോളോ ചെയ്യും. സോ ഈ റേഷ്യോയിലൂടെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഇൻകം എങ്ങനെ നമ്മൾ നെസസിറ്റീസ്, വാണ്ട് അതുപോലെ സേവിങ്സിലേക്ക് അലോക്കേറ്റ് ചെയ്യുമെന്നാണ്. ഇപ്പം 50-30-20 റൂളിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻകത്തിൻ്റെ 50% നമ്മൾ എസെൻഷ്യൽസ് ലൈക്ക് ഇപ്പോൾ ഫുഡ്, ക്ലോത്തിങ്, റെൻറ്റ്, ഇലക്ട്രിസിറ്റിയിലേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. 30% വാണ്ട്സ് ആൻഡ് ലക്ഷറി ലൈക്ക് ഇപ്പം വെക്കേഷൻ, ഡിന്നർ, മൂവീസിനൊക്കെ. 20% സേവിങ്സ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ലൈക്ക് ഇപ്പം ഫിക്സഡ് ഡിപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ ആയിട്ട്. ഇനി 70-20-10 റൂളിൽ പറയുന്നത്
70% നെസസിറ്റീസിന്, 20% സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, 10% ലക്ഷറി. അപ്പം ഇത്രയും പറഞ്ഞു കേട്ടപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, ഈ റേഷ്യോ ഒക്കെ ഫിക്സ്ഡ് ആണോ എന്നുള്ളത്. അല്ലാതെ പറഞ്ഞപ്പോഴേക്കും അവന് വലിയ സന്തോഷമായി. അപ്പം ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ 50-30-20 റൂൾ നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാവും. ഇനി ഞങ്ങൾ അടുത്ത് ഡിസ്കസ് ചെയ്ത് എമർജൻസി ഫണ്ട് റൂളാണ്. അപ്പോൾ ആ പേരിലുള്ളതുപോലെ തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ ഒരു ചിലവ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അർജൻറ്റ് എക്സ്പെൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള തുകയാണിത്. അപ്പം ഈ റൂളിൽ പറയുന്നത് നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിൻ്റെ ഒരു 3 മുതൽ 6 ഇരട്ടി ആയിരിക്കണം നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്നാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മന്ത്ലി ഇൻകം വരുന്നത് 75,000 രൂപയാണ്. സോ അവൻ്റെ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ 2,25,000 മുതൽ 4.5 ലക്ഷത്തിൻ്റെ ഇടയ്ക്ക് വരും. അപ്പം എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു തുക നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്? ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ്, ലൈക്ക് ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലിയൊക്കെ നഷ്ടമായി, അല്ലെങ്കിൽ നമുക്കൊരു മെഡിക്കൽ എമർജൻസി ഒക്കെ വരുമ്പോഴാണ് ഈ തുക നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഈ തുകയൊന്നും ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാവും. സോ നമ്മൾ എല്ലാ മാസവും കുറച്ച് എമൗണ്ട് ഇതിനായിട്ട് നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ തുക ഉണ്ടാക്കി എടുക്കുന്നത് വരെ നിങ്ങൾ എല്ലാ മാസവും മാറ്റി വെക്കണം ഇങ്ങനെ ഒരു എമൗണ്ട്. അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫിക്സഡ് റൂളൊന്നുമില്ല. അതായത് നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിന് 3 ഇരട്ടി അല്ലെങ്കിൽ 6 ഇരട്ടി തന്നെ വേണമെന്ന് ഇവിടെ നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്വന്തം അത് സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം പലർക്കും പല മന്ത്ലി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ലൈക്ക് ഇപ്പോൾ പേഴ്സണലി ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. സോ നിങ്ങളുടെ ഇൻഡിവിജ്വൽ നീഡ്സ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസീനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പം എൻ്റെ ഫ്രണ്ടിന് ഓൾറെഡി ഒരു ലൈഫ് ഇൻഷുറൻസ് കവർ ഇല്ലായിരുന്നു. സോ ഞാൻ പറഞ്ഞു കൊടുത്തു ഒരു ലൈഫ് ഇൻഷുറൻസ് കവർ ഉള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് എമൗണ്ട് തീരുമാനിക്കാമെന്നും. അതായത് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്നുള്ളത്. ഇപ്പം ഫാമിലിയിൽ ഏൺ ചെയ്യുന്ന ഒരേ ആൾ നിങ്ങൾ മാത്രമാണെങ്കിൽ, നിങ്ങളിപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇമോഷണലി ഡൗൺ ആവുക മാത്രമല്ല ചെയ്യുന്ന ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പ്രഷറൊക്കെ ഫാമിലിയുള്ളവർ സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈഫ് കവർ ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബേസിക് തമ്പ് റൂൾ പറയുന്ന ഇതാണ്, നിങ്ങളുടെ ആനുവൽ സാലറിയുടെ 20 ഇരട്ടി ആയിരിക്കണം നിങ്ങളുടെ കവറേജ് എമൗണ്ട് ഉണ്ടാവേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ റൂള് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ലൈഫ് കവർ തീരുമാനിക്കാൻ വേണ്ടി കുറച്ച് പേര് ഉപയോഗിക്കുന്ന റൂൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളുടെ മൊത്തം എക്സ്പെൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഷോർട്ട് ടേം അതുപോലെ ലോങ് ടേം രണ്ടും. ലൈക്ക് ഇപ്പം ഡെയിലി എക്സ്പെൻസ്, ലോൺ, എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഒക്കെ നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ സേവിങ്സ് നിങ്ങൾ കണക്ക് കൂട്ടുക. എന്നിട്ട് ഇവിടെ അസറ്റ് എമൗണ്ടും ലയബിലിറ്റിയിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫ് കവർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ഫാമിലി ഇപ്പം ഒരു മാസം 30,000 രൂപ അവർക്ക് വേണം, അതായത് ഒരു വർഷം 3,60,000 രൂപ. അപ്പോൾ എഫ് ഡിയിലേക്ക് നിങ്ങൾക്കൊരു 3% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 3,60,000 ഡിവൈഡഡ് ബൈ 3%, അതായത് 1,20,00,000 രൂപ അവരുടെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് വേണം. അപ്പം ഇതുകൂടാതെ നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ ഒരു 40 ലക്ഷം രൂപയുടെ എഡ്യൂക്കേഷൻ വേണമെന്ന് വിചാരിക്കുക. ഇനിയിപ്പം നിങ്ങൾക്കൊരു ഹോം ലോൺ ഇല്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക, പക്ഷേ ഒരു 10 ലക്ഷത്തിന് കാർ ലോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ 15 ലക്ഷം രൂപയും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1,20,00,000 പ്ലസ് 40 ലക്ഷം പ്ലസ് 10 ലക്ഷം മൈനസ് 25 ലക്ഷം, അതായത് 1,45,00,000 രൂപ വേണം. അപ്പോൾ ഓർക്കുക, ഇവിടെ ഒരു ഫിക്സഡ് മെത്തേഡ് ഒന്നുമില്ല. അതായത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പല മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് വർക്ക് ആവുന്നത് അത് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ EMI റൂളാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി അവരുടെ മന്ത്ലി ഇൻകത്തിന് 40% കൂടുതൽ മന്ത്ലി EMI അടയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ടിന് 75,000 രൂപയാണ് മന്ത്ലി ഇൻകം എന്ന് ഞാൻ പറഞ്ഞതല്ലോ. അങ്ങനെയെങ്കിൽ അവന് മാക്സിമം EMIയിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റുന്നത്, അതായത് ഹോം ലോൺ, വർക്ക് ലോൺ, പേഴ്സണൽ ലോൺ എല്ലാം കൂടി കൂട്ടിയിട്ട് 30,000 രൂപയെ കൂടാൻ വേണ്ടി പാടില്ല. അപ്പം ഇവിടെയും ഈ 40% കൂടാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ അതിലും കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ പ്രഷർ ആവുന്ന സിറ്റുവേഷനിലേക്ക് പോകും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അതുപോലെ ഫ്യൂച്ചർ ഗോൾസിനെയൊക്കെ അത് ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 40% അല്ലെങ്കിൽ അതിൻ്റെ കുറവ് മാത്രം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഇമ്പൾസ് പർച്ചേസ് അല്ലെങ്കിൽ ഇമ്പൾസ് ഷോപ്പിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇത് ശരിക്കും എനിക്ക് വേണോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കാതെ പെട്ടെന്ന് വാങ്ങുന്നതിനാണ് നമ്മൾ ഇമ്പൾസ് ഷോപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം എൻ്റെ ഈ സുഹൃത്ത് ഈ ഒരു കാര്യം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എല്ലാ മാസം തന്നെ പുതിയ ബ്രാൻഡ് ഷൂ വാങ്ങും. എന്താണെന്നറിയില്ല, അവനൊട്ടും അങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണിത്. അപ്പം ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് മിക്കപ്പോഴും ഒരു റിഗ്രറ്റിലേക്കാണ് എത്തിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ പ്രൊഡക്റ്റ് നോക്കിയിട്ട് ഇമ്പൾസായിട്ട് വാങ്ങിയിട്ടില്ലേ? ഈവൻ നിങ്ങളുടെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവാതിരിക്കില്ല, കാരണം നിങ്ങളുടെ ലിസ്റ്റിൽ ഒരു ഐറ്റം എങ്കിലും ഇങ്ങനെയെങ്കിലും ഉണ്ടാവും. അപ്പം എൻ്റെ ലിസ്റ്റിൽ നോക്കുവാണെങ്കിലും അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ടും ഇതിനോട് എഗ്രി ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ളൊരു ആഗ്രഹം കൺട്രോൾ ചെയ്യാം? അപ്പം ഇവിടെ ഈ റൂള് പറയുന്നത്, ഇങ്ങനൊരു പർച്ചേസ് നടത്തും മുമ്പ് നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യുക.
അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആഗ്രഹം ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞ് വിട്ടേക്കുക. ഇനി അടുത്ത റൂള്, നേരത്തെ റിട്ടയർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള റൂളാണിത്. ഇപ്പോൾ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫ് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റൂൾ തന്നെയാണിത്. അപ്പം എൻ്റെ ഫ്രണ്ടിന് 60 വയസ്സ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒട്ടും താല്പര്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണെന്നാണ് അവൻ പറഞ്ഞത്. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പം ഇവിടെ 2 ഇമ്പോർട്ടൻറ്റ് തമ്പ് റൂളുണ്ട്. ആദ്യത്തെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലേക്കുള്ളതാണ്. അപ്പം എല്ലാവരും റിട്ടയർമെൻറ്റ് നീഡ്സിന് ഫിറ്റ് ആവുന്ന ഒരു കോമൺ എമൗണ്ട് ഒന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളത് 30x റൂളാണ്. അതായത് നിങ്ങളുടെ കറണ്ട് ആനുവൽ ഇൻകത്തിൻ്റെ 30 ഇരട്ടി വേണം നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന്. അപ്പം ഇവിടെ എൻ്റെ ഫ്രണ്ട് ആനുവൽ ഇൻകം വരുന്നത് 9 ലക്ഷമാണ്. അപ്പം അങ്ങനെയെങ്കിൽ അവൻ്റെ റിട്ടയർമെൻറ്റ് ഫണ്ട് വരുന്നത് 2,70,00,000 രൂപയായിരിക്കും. അപ്പം ഇത് കുറേ ഫാക്ടേഴ്സ് അനുസരിച്ചായിരിക്കും കേട്ടോ ഇത് വരുന്നത്. ഇപ്പം നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വേൾഡ് ടൂറൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എമൗണ്ട് കൂടുതലായിട്ട് വേണ്ടി വരും. ഇനി അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന റൂള് റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന റൂളാണ്. അതാണ് 4% റൂൾ. അപ്പോൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഫണ്ടിന് എല്ലാ വർഷവും 4% കൂടുതൽ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് ഈ റൂളിൽ പറയുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 1 കോടി നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഫണ്ടിലേക്ക് ഉണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് 4 ലക്ഷം രൂപയെ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പക്ഷേ ഇതെല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല ഈ ഒരു എമൗണ്ട്. സോ ഈ ഒരു പെർസെൻറ്റേജ് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമ്മുടെ നീഡ്സ് അനുസരിച്ച് നമുക്കൊന്ന് മാറ്റമൊക്കെ വരുത്താം. പക്ഷെ നിങ്ങളൊരു സ്പെസിഫിക് പെർസെൻറ്റേജ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് തന്നെ മുന്നോട്ടേക്ക് തുടരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നിങ്ങൾക്ക് ഒരു വീടിന് വേണ്ടി പ്ലാൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കുറച്ചായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് ഇപ്പോൾ റെൻറ്റിന് നിൽക്കണോ സ്വന്തമായിട്ടൊന്ന് വാങ്ങണോ എന്നുള്ളത്. സോ ഞാൻ ഈ റൂള് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ അവൻ്റെ കൺഫ്യൂഷൻ എല്ലാം മാറി. അപ്പം ഇതിന് പല റൂൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ 2 സിമ്പിൾ റൂളാണ് ഞാൻ അവന് പറഞ്ഞു കൊടുത്തത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങുന്നതിലും റെൻറ്റിന് നോക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റാണ്. അതായത് നീ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി എടുക്കുന്ന പണത്തിൻ്റെ 4% കൂടുതലായിരിക്കും നിൻ്റെ ആനുവൽ റെൻറ്റ് വരുന്നതെങ്കിൽ നീ റെൻറ്റിന് നിൽക്കുന്നതിനേക്കാളും നല്ലത് വീട് വാങ്ങുന്നതാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു വീടാണ് വാങ്ങുന്നത്. ഇപ്പോൾ മന്ത്ലി റെൻറ്റ് നിങ്ങളുടെ വരുന്നത് 16,000 രൂപയാണ്. അങ്ങനെയെങ്കിൽ ആനുവൽ റെൻറ്റ് വരുന്നത് 1,92,000 രൂപയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞ് പർച്ചേസ് പ്രൈസിൻ്റെ 3.8%. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്നതിന് പകരം റെൻറ്റിന് നിങ്ങൾക്ക് നിൽക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും റെൻറ്റ് ഒരു എക്സ്പെൻസ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ വീട് വാങ്ങുന്നത് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ നിങ്ങളിപ്പം 4% കൂടുതൽ എല്ലാ വർഷവും നിങ്ങൾ റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ വീട് വാങ്ങുന്നതാവും കോസ്റ്റ് എഫക്റ്റീവ്. പക്ഷേ എങ്ങനെയാണ് ലോണും EMI ഒക്കെ പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ അനുസരിച്ചിട്ട് കാര്യങ്ങളിരിക്കും. ഇനി അടുത്ത റൂൾ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ വീടിൻ്റെ പേർച്ചേസ് പ്രൈസ് ഫാമിലിയുടെ മൊത്തം ആനുവൽ ഇൻകത്തിൻ്റെ 2 മുതൽ 3 ഇരട്ടിയിൽ കൂടുതലാവാം. അപ്പോൾ അതിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. ഇനി അടുത്ത റൂള് പറഞ്ഞ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്ന ആവറേജ് റിട്ടേൺ ആണ്. അപ്പോൾ ഇതാണ് 10-5-3 റൂൾ. അതായത് ഇക്വിറ്റീസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 10% നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലോങ് ടേം ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് 5% റിട്ടേൺസ്, സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഒരു 3% റിട്ടേൺസ്. അപ്പോൾ ഇതൊക്കെ ഒരു ആവറേജ് പെർസെൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞ് ഒരു ഏകദേശ കണക്കുകൂട്ടലാണിത്. ഇപ്പം എക്കോണമിക്ക് ഡൗൺ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഇതൊരു ബേസിക് ഐഡിയ ആണ്. അതായത് എങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി പലതിലേക്കും പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത റൂൾ ഞാൻ പറഞ്ഞ് നമ്മുടെ കുറച്ച് പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിഡക്ഷൻസിനെ കുറിച്ച് അറിയുക എന്നതാണ്. അപ്പോൾ ടാക്സ് വെട്ടിപ്പോൾ ഇല്ലീഗലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ടാക്സ് പ്ലാൻ ഒക്കെ ചെയ്യാം. അതൊക്കെ ലീഗലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇൻകം ടാക്സ് ആക്ട് നമുക്ക് എക്സംഷൻസും ഡിഡക്ഷൻസ് ഒക്കെ തരുന്നത്. ഇപ്പോൾ സെക്ഷൻ 80C മുതൽ 80D വരെ പല ഡിഡക്ഷൻസും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം ELSSലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇക്വിറ്റി ലിങ്ക് സേവിംഗ് സ്കീമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 80Cൻ്റെ കീഴിൽ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾക്ക് 80Dയുടെ കീഴിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. സോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അവൻ്റെ ഫൈനാൻസിങ് പ്ലാനിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ മെയിൻ കാര്യം നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. റേഷ്യോ ഒക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിന് ചേരുന്ന രീതിയിൽ നിങ്ങൾക്ക് അതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനാൻസ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങളും ഇന്നത്തെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഹാപ്പി ആവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പം നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി പ്ലാനിങ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.